മറ്റു വാർത്തയിലേക്ക് കണ്ണൂർ രാമന്തളിയിലെ കൂട്ടമരണത്തിൽ കലാധരന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്ത്. കലാധരന്റെ ഭാര്യ കള്ളക്കേസുകൾ നൽകി നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചതാണ് മരണകാരണമെന്നാണ് കത്തിലെ ഉള്ളടക്കം. കലാധരനും ഭാര്യ നയൻതാരയും തമ്മിൽ കുടുംബ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കലാധരന്റെ കൂടെ താമസിക്കുന്ന 2 മക്കളെയും അമ്മയ്ക്കൊപ്പം വിടാൻ കോടതി വിധിയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ നയൻതാര മക്കളെ ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇന്നലെ രാത്രിയാണ് 2ഉം 6ഉം വയസ്സുള്ള മക്കളെ കൊലപ്പെടുത്തിയ ശേഷം കലാധരനും അമ്മയും വീട്ടിൽ തൂങ്ങി മരിച്ചത്. 4 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ബൈജു, വളരെ ക്രൂരമായ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത്. കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കലാധരനും ഭാര്യയുമായി നിരവധി പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോടതി വിധി ഇയാളെ ഇതിന് പ്രേരിപ്പിച്ചു എന്നാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? നാട് വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും അല്ലേ? അങ്ങനെ തന്നെയാണ് രഞ്ജിത്തെ. നാടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇതിൽ പ്രധാനമായും ഒരു ദാമ്പത്യ പ്രശ്നം, അതായത് നിസ്സാരമായൊരു ദാമ്പത്യ പ്രശ്നത്തിൽ നിന്ന് തുടങ്ങി അത് വലിയ തോതിൽ ഒരു കുടുംബ പ്രശ്നമാകുന്നു എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ ആത്മഹത്യാക്കുറിപ്പിൽ പ്രധാനമായും പറയുന്നത് തൻ്റെ 2 മക്കൾ, അതായത് 6 വയസ്സുള്ള ഹിമ, അതുപോലെ തന്നെ 2 വയസ്സുള്ള കണ്ണൻ, ഇവരെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇവരെ അമ്മയ്ക്കൊപ്പം പറഞ്ഞേക്കാൻ രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി ഒരു ഉത്തരവുണ്ടാകുന്നത്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക വിഷമുണ്ടാക്കി. ആ കുട്ടികൾക്ക് അമ്മയ്ക്കൊപ്പം പോകാനുള്ള താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതായിരിക്കാം ഇങ്ങനെ ഒരു വലിയ ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നതെന്നാണ് പോലീസ് നിഗമനം. 2 കുട്ടികളെ ഈ കൊലപ്പെടുത്തിയതിന് ശേഷം അമ്മയും അതുപോലെ തന്നെ ഇദ്ദേഹം കലാധരനും തൂങ്ങി മരിക്കുന്ന ആണ് ഉണ്ടായതെന്ന ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുന്നു. ഏതായാലും തുടക്കത്തിൽ ഇവർക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ അത് ഇപ്പോൾ 6 വയസ്സുള്ള ഹിമ എന്ന് പറയുന്ന കുട്ടി ഉണ്ടായപ്പോൾ തുടങ്ങിയ ഒരു പ്രശ്നമാണ്. പിന്നീട് അത് കുടുംബ കോടതിയിലെത്തി. അത് അവിടെ നിന്നും രമ്യമായി പരിഹരിച്ചു. പിന്നീട് വീട്ടിലെത്തിയതിനു ശേഷം 2ാമത്തെ കുട്ടി ഉണ്ടായതിനു ശേഷം വീണ്ടും ഈ പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് ഈ അമ്മ ഇവിടെ നിന്നും നയൻതാര ഇവരുടെ നിന്നും മാറി ഈ സ്വന്തം വീട്ടിലായിരുന്നു താമസം. പിന്നീട് അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി. ഈ കുട്ടികളെ ആര് സംരക്ഷിക്കും എന്നതിനെ ചൊല്ലിയുള്ള തർക്കമായി പിന്നീട് അത് കോടതിയിലെത്തി. അവസാനം പ്രായപൂർത്തിയാവാത്ത കൊണ്ട് തന്നെ സ്വാഭാവികമായും കോടതി അമ്മമാർക്കൊപ്പമാണ് കുട്ടികളെ അയക്കുക. അതൊരു നടപടിക്രമമാണ്. അത് ഈ കലാധരനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു. കുട്ടികളാണെങ്കിൽ ഈ അമ്മയ്ക്കൊപ്പം നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല, ഈ അച്ഛനൊപ്പം നിൽക്കണം എന്നതാണ് അവരുടെ താല്പര്യം. അങ്ങനെ കുട്ടികൾ ഇങ്ങനെ പോകാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പോലീസ് കേസായി. പിന്നീട് ഇവരെ നിരന്തരം അത്തരത്തിൽ മാനസികമായ ഒരു സമ്മർദ്ദത്തിന് ഇടയാക്കിയെന്നാണ് അത് ആത്മഹത്യാക്കുറിപ്പിലും വ്യക്തമാക്കുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം ഈ കുട്ടികൾ ഇവരുടെ കൂടെ തന്നെ ഇവരുടെ വീട്ടിൽ 2 ദിവസം നിന്നതിന് ശേഷം കലാധരന്റെ വീട്ടിലേക്ക് തന്നെ എത്തിയ സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഇന്നലെ രാത്രിയോടുകൂടി ലൈറ്റ് ഒന്നും കാണാത്തതുകൊണ്ട്, പുറത്താരും ശബ്ദം ഇല്ലാത്തതുകൊണ്ട് അയൽവാസികളാണ് ഈ വീട് തുറന്ന് പരിശോധിക്കുന്നത്. പിന്നീട് ഈ 2 പേർ തൂങ്ങിയ നിലയിലും കുട്ടികളെ മരിച്ചു കിടക്കുന്ന നിലയിലും കണ്ടെത്തിയത്. ഇതിൽ നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഒരിക്കലും ഈ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. 6 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ ഇവിടെ രാമന്തളിയിലേക്ക് എത്തിക്കും. ഇവിടെ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര നടപടികളിലൊക്കെ കടക്കുക. എന്തായാലും ഇതിൽ പോലീസ് വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ്. ഇതിൽ നിയമപ്രശ്നം, കോടതിയുടെ ഉത്തരവുണ്ട്. അത്തരം കോടതി ഉത്തരവും ഇവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള ഈ കുട്ടികളെ വേർപിരിഞ്ഞ് ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം. ഇനി എന്ത് പ്രശ്നത്തിന്റെ പേരിലായാലും പിഞ്ചു കുഞ്ഞ്, ഒരു 2 വയസ്സും 6 വയസ്സുള്ള കുട്ടി, ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളാണ് ഇതിൽ ഇരയായിരിക്കുന്നതെന്നാണ് നമുക്കറിയാം. ഒരുപാട് ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ സങ്കടകരമാക്കുന്നതാണ്. നിസ്സാര പ്രശ്നങ്ങളാണ്. ഒരു പക്ഷേ അത് പറഞ്ഞു തീർക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി വലിയ തോതിലുള്ള ഒരു കുടുംബ പ്രശ്നമാവും. ഇതിൽ ഈ കലാധരന്റെ അച്ഛനെതിരെ പോക്സോ കേസ് ഈ നയൻതാര എന്ന് പറയുന്ന ഇവരെ അമ്മ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ഇവരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, ഇതിൽ സങ്കീർണതകൾ ഒരുപാടുണ്ട്. അത് ഒരു പക്ഷേ നമുക്ക് തുറന്നു പറയുന്നതിനപ്പുറം ഒരുപാട് സങ്കീർണതകളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിനൊന്നും പരിഹാരമല്ല ആത്മഹത്യ എന്ന് പറയേണ്ടി വരും. കാരണം ആ കുട്ടികൾ എന്ത് വിളിച്ചു എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്.
അറിയിക്കുന്നത്. നാട് സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർ ആ ഒരു സങ്കട ഒരു അവസ്ഥയിൽ തന്നെയാണ്. 6 മണിക്കാണ് പൊതുദർശനമുള്ളത്. മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിച്ചു വരികയാണ്. രഞ്ജിത്ത്, ബൈജു, ഈ നേരത്തെയുള്ള കുടുംബ പ്രശ്നങ്ങൾ, അത് ഈ കലാധരനും ഭാര്യ നയൻതാരയും തമ്മിൽ നിരവധി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ നേരത്തെ ബൈജു പറഞ്ഞ പോലെ പുറത്തു പറയാൻ പറ്റാത്ത വിധത്തിലുള്ള നിരവധി സംഭവങ്ങൾ ആ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുരഞ്ജന ശ്രമം ഈ കുട്ടികളെ അമ്മയ്ക്കൊപ്പം വിടാൻ കോടതി വിധി വന്നതിന് ശേഷം എന്തായിരുന്നു കലാധരൻ്റെ ഒരു മനോഭാവം? പൊതുവെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തതയൊക്കെ ഉണ്ടോ? ആർക്കും അറിവില്ലാത്ത ഒരു സാഹചര്യമായിരുന്നോ ഇങ്ങനെയൊരു ചെയ്തിയിലേക്ക് കലാധരൻ കടക്കുമെന്നുള്ളത്? രഞ്ജിത്ത്, അത്തരത്തിൽ ചിന്തിച്ചിട്ട് പോലുമില്ല ആ നാട്ടുകാർ എന്നാണ് പറയുന്നത്. നമ്മൾ നാട്ടുകാരോടൊക്കെ സംസാരിക്കണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും തന്നെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇത്തരത്തിൽ നയൻതാര ഒരു പരാതി കൊടുക്കുന്നത്. തങ്ങളുടെ കുട്ടികളെ കോടതി ഉത്തരവുണ്ടായിട്ടും വിട്ടുകൊടുക്കുന്നില്ല എന്ന് വന്നു. അങ്ങനെ പോലീസ് ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ അവർക്ക് ഇതിൽ ഒരു ഇടപെടാൻ, കാരണം ഇത് കോടതി ഉത്തരവാണ്, സ്വാഭാവികമായും പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിൽ മൈനർ എന്ന നിലയിൽ കുട്ടികളുടെ സംരക്ഷണ ചുമതല അമ്മമാർക്ക് തന്നെയാണ് സാധാരണ കോടതി ഉത്തരവുണ്ടാവുക. പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അമ്മയോടൊപ്പം പോകാൻ താല്പര്യമില്ല. ഈ അതേസമയത്ത് കലാധരനാണെങ്കിൽ ഈ കുട്ടികളെ വേർപിരിഞ്ഞ് നിൽക്കേണ്ട ഒരു സാഹചര്യം, അതോടൊപ്പം നിരന്തരം ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം. മാത്രമല്ല തൻ്റെ അച്ഛന് എതിരെ ഈ നയൻതാര ഒരു പോക്സോ കേസ്, അതായത് ഈ കുട്ടികളെ ഇത്തരത്തിൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ ഒരു പോക്സോ കേസ് കൂടി വരുന്ന സാഹചര്യം. അങ്ങനെ ദിവസവും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നതുകൂടിയാണ് ഇദ്ദേഹം ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ ആത്മഹത്യാക്കുറിപ്പിൽ അത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഇത് തന്നെയാണ്. തങ്ങളുടെ കുട്ടികൾക്ക് അമ്മയോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല. പക്ഷേ കോടതി ഉത്തരവ് വരുന്നതും അതോടൊപ്പം പോലീസ് നിരന്തരമായി വിളിപ്പിക്കുന്നതും ഒക്കെ വലിയ മാനസിക സമ്മർദ്ദത്തിനിടയാക്കുന്നു. അതുകൊണ്ട് തങ്ങൾ ഇനി ജീവിച്ചിരിക്കുന്നില്ല എന്ന രീതിയിലാണ് ആത്മഹത്യാക്കുറിപ്പുള്ളത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ അത് ചെറിയൊരു കുടുംബ പ്രശ്നത്തിൽ, ദാമ്പത്യ പ്രശ്നത്തിൽ നിന്നും തുടങ്ങി അത് അതിൻ്റെ സകല സീമകളിൽ ലംഘിച്ച് വലിയ തോതിലുള്ള ഒരു കുടുംബ പ്രശ്നമായി അച്ഛനെതിരെ കേസ് വരുന്ന സാഹചര്യം, കുട്ടികളെ അതിൽ വലിയ തോതിൽ ബാധിക്കുന്ന സാഹചര്യം. കാരണം ഈ കൊച്ചു കുട്ടികളാണ്, അവർ ഇനി വളർന്നു വരേണ്ട അത്തരത്തിലുള്ള കുട്ടികൾക്ക് ദിവസവും ഈ ഇത്തരം പോലീസ് സ്റ്റേഷനിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതെല്ലാം ഇദ്ദേഹത്തിന്റെ മാനസിക സമ്മർദ്ദത്തിനിടയാക്കി എന്നാണ് പറയുന്നത്. ഇത് ഈ നാട്ടുകാർക്കൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ അറിയാമെങ്കിലും ഇങ്ങനൊരു കൃത്യത്തിലേക്ക് ഇയാൾ കലാധരൻ പോകും എന്നൊക്കെ ആരും ചിന്തിച്ചിരുന്നില്ല. അത് തന്നെയാണ് ബന്ധുക്കളും പറയുന്നത്. പക്ഷേ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം, മാനസിക പ്രയാസം കലാധരൻ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ പരാതി പറയുന്നത്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ കോടതിയുടെ ഒരുപാട് ഇടപെടലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കുറെ പരിമിതികൾ പോലീസിനുണ്ട്. കാരണം ഇത് പോലീസിൽ പരാതി പോയപ്പോൾ അവർക്ക് ഇതൊരു അന്വേഷണം നടത്തി ഇതിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടികൾക്ക് അമ്മയോടൊപ്പം പോകാൻ തയ്യാറല്ല ഒരു സാഹചര്യം പോൽ നിർബന്ധിച്ച് പോലീസിനെ അങ്ങനെ പറഞ്ഞേക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതെല്ലാം വലിയ തോതിൽ ഉണ്ടായ ഒരു സംഭവമാണ്. നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് പറഞ്ഞ് തീർത്തതുമാണ്. പക്ഷെ പിന്നീടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ നയൻതാര ഈ വീട്ടിൽ നിന്നും പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് ഈ കുട്ടികളെ ചൊല്ലിയുള്ള ഒരു തർക്കം അത് വലിയ തോതിൽ ഈ കുടുംബ പ്രശ്നത്തിൽ അത് വ്യാപ്തി വർദ്ധിച്ചു. അച്ഛനെതിരെ പോക്സോ കേസ് വരുന്ന സാഹചര്യമുണ്ടായി. നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട സാഹചര്യം ഈ കലാധരനുണ്ടായി. അങ്ങനെയാണ് കലാധരൻ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നത്. 2 മക്കൾക്കും വിഷം നൽകി കൊലപ്പെടുത്തിയതിന് ശേഷം ഇവർ അമ്മയും അതുപോലെ തന്നെ മകനും കെട്ടി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി വരാനുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാകും കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകുക. ഏതായാലും ഇപ്പോൾ മനസ്സിലാക്കുന്നത് 2 മക്കൾക്ക് വിഷം നൽകി കൊന്ന ശേഷം കലാധരനും അമ്മയും എത്രത്തോളം മാനസികമായി പ്രയാസമുണ്ടായിരിക്കണം, എത്രത്തോളം ശരീരം ഈ പറഞ്ഞതുപോലെ മനസ്സ് തളർന്നിരിക്കണം ഇങ്ങനൊരു ചെയ്തിയിലേക്ക് സ്വന്തം 2 പൊന്നോമനകളായ 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഈ കലാധരൻ എങ്ങനെയാണ് ബൈജു ആളുകളുമായൊക്കെ ഏറെ സഹകരിക്കുകയും ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുമൊക്കെയുള്ള ആളാണെന്നാണോ മനസ്സിലാക്കുന്നത്? ഈ വിഷയങ്ങൾ വന്നതിന് ശേഷമാണോ ഒരൊറ്റപ്പെട്ട ഫീൽ അല്ലെങ്കിൽ മാനസികമായ വലിയ വിഷമത്തിലേക്ക് കലാധരൻ തള്ളിവിടപ്പെട്ടത്? ആത്മഹത്യാക്കുറിപ്പിലൊക്കെ ഈ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സൂചനകൾ ഉണ്ടാകുമല്ലോ. കള്ളക്കേസ്, പോക്സോ കേസ് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് സഹിക്കാവുന്നതിന് അപ്പുറമാണ്. അതിപ്പോൾ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് ചില അഭിഭാഷകരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എന്താണ്
പൊടിക്കൈകളൊക്കെ ആയിരിക്കാം ഇത്തരം കേസുകളൊക്കെ. ഇതിലൊന്നും പെടാതെ വളരെ സമാധാനപരമായി ജീവിച്ചിരുന്ന ഒരാളായിരുന്നോ കലാധരൻ? തീർച്ചയായും നാട്ടുകാരും ഇവരുടെ സുഹൃത്തുക്കളുമൊക്കെ പറയുന്നത് അത് തന്നെയാണ്. എല്ലാവരോടും സൗമ്യമായ ഇടപെടൽ നടത്തുന്ന ഈ കലാധരൻ പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി, ഒരു വർഷത്തോളമായി വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇയാളുടെ അച്ഛൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അച്ഛൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഉഷയാണ് അമ്മ. ഈ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച ഒരു അമ്മ ഉഷയാണ്. ഈ അച്ഛൻ അത്തരത്തിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഈ കുട്ടികളെയൊക്കെ സ്നേഹിച്ച് അത്തരത്തിൽ വലിയ തോതിൽ സന്തോഷകരമായി പോകുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷെ അവിടെയെല്ലാം ഇവർക്ക് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത് ഇത് തന്നെയാണ്. ഈ പ്രയാസം, ഈ കോടതിയുമുള്ള നിരന്തരം കോടതി കയറി ഇറങ്ങുക, അതോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിരന്തരം പരാതിയായി വരിക, അത് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒത്തുതീർപ്പാക്കേണ്ട സാഹചര്യം ഉണ്ടാവുക, കുട്ടികളെ വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വരുമോ എന്ന ചിന്ത, കുട്ടികൾക്കാണെങ്കിൽ അച്ഛനെ വേർപിരിഞ്ഞ് പോകാൻ ഇഷ്ടമില്ലാത്ത സാഹചര്യം, അങ്ങനെ വലിയ തോതിൽ മാനസിക പ്രയാസം ഇവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു കാര്യം മാത്രമാണ് ചിന്തിക്കാനുള്ളത്, ആ കുട്ടികൾ എന്ത് പിഴച്ചു എന്നതാണ്. ഇതിനെല്ലാം ഇവർക്ക് പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഈ ആത്മഹത്യ കൊണ്ട് അതിൽ എന്ത് പരിഹാരമാകാം? കാരണം ആ അമ്മയും നഷ്ടപ്പെട്ടു, 2 കുട്ടികളും ഇപ്പോൾ പോയിരിക്കുന്നു. ഇനിയിപ്പോൾ ആകെ ആ വീട്ടിൽ ബാക്കിയുള്ളത് ഇയാളുടെ കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ മാത്രമാണ്. അദ്ദേഹം ഇങ്ങനെ വൈകിട്ട് വന്ന് നാട്ടുകാരൊക്കെ പറയുമ്പോൾ വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് ഈ രംഗം കാണുന്നത്. രഞ്ജിത്ത്, നമുക്കറിയാം, ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഈ കുടുംബത്തിലെ പ്രശ്നത്തിനൊപ്പം സ്വന്തം അച്ഛനെതിരെ പോക്സോ കേസ് വരും. അത് താങ്ങാവുന്നതിനപ്പുറമായിരിക്കാം പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ. പക്ഷേ കോടതിയിൽ ഇതിൽ ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ പ്രകാരമാണ് കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതും. പക്ഷെ അത് പോലീസിൽ പറഞ്ഞു തീർക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. അന്നേ ദിവസം പോലീസിലെ ഒരു അന്വേഷണം ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. അവർക്ക് വീട്ടിൽ ആരും ആളില്ലാത്തത് കൊണ്ടാണ് അവർ അന്ന് തിരിച്ചു പോയത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ കുട്ടികളെ വിട്ടുകിട്ടാത്തതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി പോലീസ് എത്തിയിരുന്നു അന്ന്. പക്ഷേ അപ്പോഴേക്കും ഇവരുടെ ജീവൻ ഇവർ നഷ്ടപ്പെട്ടിരുന്നു. ഇവർ 4 പേരും മരിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ വീട്ടിൽ തന്നെ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ 8 മണിയോട് കൂടിയാണ് ഇവരുടെ മൃതദേഹം ഇങ്ങനെ കണ്ടെത്തുന്നതും. എന്നാൽ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. വൈകിട്ട് 6 മണിയോട് കൂടി മാത്രമേ വലിയ തോതിൽ രാമന്തളി പൊതുദർശനത്തിന് മൃതദേഹങ്ങൾ വെക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. രഞ്ജിത്ത്, ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2 കുഞ്ഞുങ്ങളെ, പിഞ്ചുമക്കളെ, എത്ര ഓമനത്തമുള്ള 2 കുഞ്ഞുങ്ങളാണ് എന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അവരെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഒരച്ഛനും അച്ഛൻ്റെ അമ്മയും ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം മാനസിക വിഷമത്തിൻ്റെ പുറത്ത് ചെയ്തായിരിക്കണം എന്നുള്ളതാണ് കാണേണ്ടത്. നമുക്ക് വളരെ പെട്ടെന്ന്